ഒക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ചിരകാലാഭിലാഷം യാഥാർത്ഥ്യമാകുന്നു. പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ബഡ് സ്കൂളിന്റെ ശിലാസ്ഥാപനം നടത്തി. പഞ്ചായത്ത് പരിധിയിൽ 100ഓളം ഭിന്നശേഷിക്കാരാണുള്ളത്. ഇവരിൽ 53 പേർ പഞ്ചായത്ത് നൽകുന്ന സ്കോളർഷിപ്പോടെ പഞ്ചായത്തിന് പുറത്ത് വിവിധ സ്കൂളുകളിൽ പഠിക്കുന്നവരാണ്. ഇവരുടെ പ്രതിസന്ധി കണക്കിലെടുത്താണ് പഞ്ചായത്ത് പരിധിയിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനായി VB ശശി വാളാഞ്ചേരിയും പത്നി ഒക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK സിന്ധു എന്നിവർ ഇവരുടെ മാതാപിതാക്കളായ ഭാസ്കരൻ, കാർത്തിയായനി എന്നിവരുടെ സ്മരണയ്ക്കായി വിട്ടു നൽകിയ 7 സെന്റ് സ്ഥലത്താണ് ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നത്. ഇതിനായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ശശിയെ പോലെയുള്ള ഒരു വ്യക്തി അതിനേക്കാൾ വിലമതിക്കുന്ന സ്ഥലമാണ് സൗജന്യമായി തന്നിരിക്കുന്നത്. 50 ലക്ഷത്തേക്കാൾ കൂടുതൽ വിലമതിക്കുന്ന സ്ഥലത്ത് അപ്പോൾ അത്രയും സ്ഥലം സൗജന്യമായി ലഭിച്ചത് ഇനിയും ഇതിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇതെല്ലാ സജ്ജീകരണത്തോടു കൂടി ഇത് നിർമ്മിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അതിന് പഞ്ചായത്ത് അതിൻ്റെ തന്നെ മുൻകൈയെടുത്തു. പഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ നടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഞങ്ങളെല്ലാവരും ജനപ്രതിനിധികളാണ്. ഞങ്ങളുടെയൊക്കെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഞങ്ങൾ എടുക്കും. MBയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാലാവധി കഴിയാൻ പോവുകയാണ്. അതുകൊണ്ട് MB ഫണ്ടൊക്കെ ഇനിയും നമുക്കിപ്പോൾ വിനിയോഗിക്കാൻ കഴിയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഇത്തരം കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമെന്ന കാര്യം സംശയമില്ല. ഈ നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ബഡ് സ്കൂളുകളിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. ഞാൻ ചാലക്കുടി നിയോജകമണ്ഡലത്തിലുള്ള മുഴുവൻ ബഡ് സ്കൂളുകളിലും കമ്പ്യൂട്ടറും പ്രിൻ്ററും സൗജന്യമായി കൊടുത്തിട്ടുണ്ട്. എല്ലാ ബഡ് സ്കൂളുകളിലും ഇരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ആൾക്കറിയാം. അതെല്ലാം ഒരു ചെറിയ കാര്യമാണ്, ഞാനടുത്ത് വലിയ കാര്യമായിട്ട് പറയുന്നത്. പക്ഷേ ചെറിയ കാര്യമാണെങ്കിലും നമുക്ക് ഒരു സന്ദേശം അതിലുണ്ട്. കാര്യം അവരെ നമ്മൾ ഒപ്പം നിൽക്കുന്നു എന്നത്. അതുകൊണ്ട് എനിക്ക് പ്രിയപുരുഷനും അഭ്യർത്ഥിക്കാനുള്ളത് ഈ നാട്ടുകാരുടെ സഹകരണമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ദിവസം ഇത്രയും ആളുകൾ ഇവിടെ കൂടിയും ഇത്രയും ജനപ്രതികൾ ഇവിടെ സന്നിധരായി. അത് തന്നെ കാണിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന താല്പര്യം, നമ്മൾ എടുക്കുന്ന മനസ്സ്, നമ്മുടെ മനസ്സാണ് നൽകുന്നത്. ഭിന്നശേഷിയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭവം നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന് വന്നാൽ അവർക്ക് ഒട്ടേറെ ആത്മവിശ്വാസമാണ് അവർ കൊടുക്കുന്നത്. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും. എനിക്ക് ഒട്ടേറെ അനുഭവങ്ങൾ ഇത്തരം കുട്ടികളുമായി ഇടപഴകുമ്പോൾ ആ കുട്ടികൾക്ക് ഒരു കോംപ്ലക്സ് ഇല്ലാതെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചാൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവും കാര്യങ്ങളുള്ളവരാണ്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ഷിയാസ് അധ്യക്ഷത വഹിച്ചു. എൽദോസ് കുന്നപ്പള്ളി MLA മുഖ്യപ്രഭാഷണം നടത്തി. സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ തമ്മിലുള്ള കേസുകൾ ഏറ്റവും 1/2 സെന്റ് ഭൂമിക്ക് വേണ്ടിയും 1 സെന്റ് സ്ഥലത്തിന് വേണ്ടിയും 5 സെന്റ് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള എത്രയോ അധികം ആക്രമണങ്ങൾ, കത്തിക്കുത്ത്, കൊലപാതകം, ഭൂമി വിട്ടു നൽകുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ട്, അവിടെയാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനായി സന്തോഷവാനായി സത്യസന്ധനായി കാലഘട്ടം ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് മുതിർന്ന ആളുകളുണ്ട്, ജീവിതാനുഭവങ്ങളുള്ള ഒട്ടേറെ ആളുകൾ ഇവിടെയുണ്ട്. അവരെല്ലാം ഇന്നലകളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ്. പഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ വൃദ്ധർക്കും ഭിന്നശേഷിക്കാർക്കും ശിശുക്കൾക്കും പ്രത്യേകമായിട്ടുള്ള പദ്ധതി ഉണ്ടാക്കണമെന്ന് നിയമമുണ്ട്. വൃദ്ധന് പദ്ധതി കൊടുക്കുമ്പോൾ, ശിശുക്കൾക്ക് പദ്ധതി കൊടുക്കുമ്പോൾ അതിന് സമമാണോ ഭിന്നശേഷിക്കാനുള്ള പദ്ധതി? സമമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. വൃദ്ധനാകുന്നത് ആരുടെയും കുഴപ്പമാണോ? എല്ലാവരും വൃദ്ധരാകും. വൃദ്ധനായി കഴിഞ്ഞാൽ അയാളെ സംരക്ഷിക്കേണ്ട ആദ്യത്തെ ഉത്തരവാദിത്വം ആർക്കാണ്? മക്കൾക്കാണ്. മക്കളില്ലാതായാലും മക്കളില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അതിന് ഉത്തരവാദിത്വമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ വൃദ്ധനായി കഴിഞ്ഞാൽ സ്റ്റേറ്റാണ് അവർ നോക്കുക, മക്കൾ നോക്കേണ്ട കാര്യം പോലും ഇല്ല. ശിശുക്കൾക്ക് കൊടുക്കുന്ന പരിഗണന, ശിശുവാകുന്നതോ ശിശുക്കളെ സംരക്ഷിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം അപ്പനും അമ്മയ്ക്കാണ്. അവരെല്ലാം വന്ന സമൂഹത്തിന് അതിൻ്റെ ഉത്തരവാദിത്വം. ഭിന്നശേഷിക്കാരനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അപ്പനും അമ്മയ്ക്കാണോ? അപ്പനും അമ്മയ്ക്കാണ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ്, സൊസൈറ്റിക്കാണ്. ഒരു ഭിന്നശേഷിക്കാരനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്കിടയിൽ ഇപ്പോൾ 95 ഭിന്നശേഷിക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഈ 95 പേരെയും സംരക്ഷിക്കണമെങ്കിൽ അവരെ നോക്കാൻ ഒരാൾ വേണം, സംരക്ഷിക്കേണ്ട ഒരാൾ വേണം, ടോയ്ലറ്റ് കൊണ്ടാൻ ആൾ വേണ്ടി വരും. അതിന് മുഴുവൻ സമയം അപ്പനും അമ്മയും നിൽക്കേണ്ടി വരുമ്പോൾ അവരെങ്ങനെ ജീവിക്കും? എങ്ങനെ വരുമാനം ഉണ്ടാകും?
ഞാൻ നിയമസഭയിലും പല സന്ദർഭങ്ങളിലും പറഞ്ഞു, ഭിന്നശേഷിക്കാനായ കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ സ്റ്റേറ്റിന്റെ മകളാക്കി മാറ്റി ഒരു LED ക്ലർക്കിന് കൊടുക്കുന്ന ശമ്പളമെങ്കിലും ജന്മം ഭിന്നശേഷി ഉണ്ട് എന്നറിയുന്ന അന്നു മുതൽ ജീവിതാവസാനം വരെ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് നമ്മുടെ സ്റ്റേറ്റ് മാറുന്ന ഒരു ദിവസം വരും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും വേണ്ട. ഇവിടെ MP ഒട്ടേറെ കാര്യങ്ങൾ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് ഒപ്പമുണ്ട് MP എന്ന് പറയുന്ന പദ്ധതി തന്നെ എത്രയോ അധികം ആളുകൾക്ക്, ഞാൻ കൂടി പങ്കെടുത്തതാണ്, എത്രയോ അധികം ആളുകളുടെ മനസ്സിലാണ് പുഞ്ചിരി ഉണ്ടാകുക. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 2000 പേർക്ക് മുച്ചക്രവാഹനം കൊടുത്തു. ആ വണ്ടി കൊണ്ടുപോകുന്ന ആളുടെ സന്തോഷം നമ്മെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന, രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തന രംഗത്തിൽ നിർത്തുന്ന ഒരു മാസ്മരികമായിട്ടുള്ള ശക്തിയാണ്. വൈസ് പ്രസിഡന്റ് PK സിന്ധു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേസിൽ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒക്കൽ.